മകളുടെ സാക്ഷ്യം അത് പറയുകയാണ്. സഹോദരിയുടെ ഭർത്താവിനെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വരുന്നു. സ്ട്രോക്ക് ഉണ്ടായിട്ട് ആശുപത്രി കൊണ്ടുപോയി സ്കാനിങ് തലച്ചോറിൽ വെള്ളം കെട്ടുന്നൊരു പ്രത്യേക രോഗം കണ്ടുപിടിക്കപ്പെട്ടു. ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി. അത് ശനിയാഴ്ച കേട്ടോ. അവർ പറയാണ്, ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു രോഗിയായ ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നവർ പറയുകയാണ്. അച്ഛൻ പറഞ്ഞ് ഞങ്ങൾ കണ്ണും പൊട്ടി വിശ്വസിച്ചു, ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞങ്ങൾ ആശുപത്രിയിലേക്ക് തിരികെ പോയി. പിന്നീട് ഓപ്പറേഷന് മുമ്പായി അവർ പറഞ്ഞിരുന്നു അതിന് തലയ്ക്കൊരു ഓപ്പറേഷൻ ആവശ്യപ്പെട്ടിരുന്നു. പറഞ്ഞിട്ട് സ്കാനിങ്ങിൽ തലച്ചോറിൽ വെള്ളം കെട്ടുന്ന രോഗമാണെന്നും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ രോഗിക്ക് മരണം സംഭവിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. ഇവിടുന്ന് പ്രാർത്ഥിച്ച ശേഷം ഒരു ഈശോ ഇവിടെ സന്ദേശമായിട്ട് കിട്ടിയെന്നവർ പറയുകയാണ്. അതിനുശേഷം അവർ പോയി ഓപ്പറേഷൻ മുമ്പായി ഒരിക്കൽ കൂടി MRI സ്കാൻ നടത്തിയപ്പോൾ തലച്ചോറുണ്ടായിരുന്ന രോഗം പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കുന്നതായിട്ട് ഡോക്ടർമാർ പറഞ്ഞു. ഇതുപോലത്തെ തന്നെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് കേട്ടോ. ഇനിയും പറയാനാണെങ്കിൽ ഇഷ്ടം പോലുണ്ട്. കർത്താവിന് നന്ദി ഞാൻ പറയുന്നു. ഇത് ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനെ ആയിരങ്ങൾ ഒരുപാട്. ഞാനിത് എനിക്ക് അനുവദിക്കാത്ത ആളുകൾ കൃപ മാറിയിട്ട് ഇതിലേക്ക് പോകും. ഇതാണ് കൃപയെന്ന് ഓർക്കും. അതുകൊണ്ട് പേടി. ഇതെല്ലാം നമ്മളെ പത്രോസിന്റെ കാര്യം പറഞ്ഞു. വള്ളം നിറച്ച് മത്സ്യം കൊടുക്കുമ്പോൾ ലക്ഷ്യം അത് പത്രോസിനെ ദൈവം ലക്ഷ്യപ്പെടുന്ന പത്രോസിനെ കിട്ടാൻ. പക്ഷെ പത്രോസ് വരുന്നത് മീൻ കിട്ടാൻ. ഇവിടെ ഓരോ ശുശ്രൂഷ നടക്കുമ്പോഴും ഈശോ ആഗ്രഹിക്കുന്നത് നിന്നെ സ്വന്തമാക്കാൻ. അച്ഛൻ നിങ്ങളുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഈശോ ആഗ്രഹിക്കുന്നത് നിന്നെ സ്വന്തമാക്കാൻ, ഈശോയ്ക്ക് സ്വന്തമാക്കാൻ. പക്ഷെ നീ പലപ്പോഴും ചിന്തിക്കുന്നത് മറ്റു പല സ്വന്തമാക്കാൻ. ഇവിടെ നമ്മളെല്ലാം ആ കൃപയിലോട്ട് വരികയാണ്. ഈ ധ്യാനമൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതല്ല, ദൈവത്തിന് നിങ്ങളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹമാണ്. ഒറ്റ ചോദ്യമുള്ളൂ എനിക്കിന്ന് ചോദിക്കാൻ, നിന്നെ സ്വന്തമാക്കാൻ കർത്താവിന് സാധിക്കുമോ? കർത്താവ് നിന്നെ സ്വന്തമാക്കാൻ വരുന്നുണ്ടോ നിനക്ക് അറിയാൻ പറ്റുമോ? നീ ഈശോയുടെ സ്വന്തമായി തീരട്ടെ എന്ന് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക.